ഓ, പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് പോവായിരിക്കും. ഇനി അവിടെ ചെന്നിട്ട് ഇത് ചൂടാക്കി കൊടുക്ക. അവള് ചൂടോടെ കഴിക്കട്ടെ. നിങ്ങൾക്കൊക്കെ കഴിക്കാനുള്ളത് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നേർപകുതി ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തിനാ അതവിടെ വെച്ചത്? അവിടെ അവള് മാത്രമല്ലല്ലോ, വേറെ 2 മനുഷ്യജന്മങ്ങൾ കൂടി ഉണ്ടല്ലോ. അവർക്ക് കൂടി കൊണ്ടുപോകത്തെന്താ? അതും സാധാരണ പലഹാരം ഉണ്ടാക്കുന്ന പോലെ അല്ല ഇവിടെ ഉണ്ടാക്കിയേ. ഓ എന്റെ അമ്മോ, അതിനകത്ത് എന്തെല്ലാം ചേരുവകളാ ചേർത്ത്. ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട എന്ന് വേണ്ട സകലതും ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടി ഇട്ടാ വയറിനത് കേടല്ലേ അമ്മേ? അയ്യോ, അവളുടെ വയറ്റിൽ കുഞ്ഞുള്ളത് കൊണ്ട് അതൊക്കെ ഇവള് പാകത്തിനേ ഇടത്തുള്ളൂ. അതേസമയം നമ്മുടെ കുഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോ വയറ് കേടായേനെ. കരുണയുടെ വയറ്റിൽ കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് ഞാൻ അവൾക്ക് കഴിക്കാൻ പാടില്ലാത്തത് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? എന്നാലും അന്ന് ഇതുപോലെ പലഹാരം ഉണ്ടാക്കാനുള്ള ഉത്സാഹമൊന്നും ഇല്ലായിരുന്നു. ആ, ഇവള് 4-5 കൊല്ലമേ ഇവിടെ ആദ്യ കെട്ടിയവന്റെ കൂടെ ജീവിച്ചിട്ടുള്ളെങ്കിലും അവനോടാടാ പ്രതാപ ഇപ്പോഴും ഇവക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇവള് പ്രാണനായിട്ട് കരുതിരുന്ന ഭർത്താവിന്റെ കുഞ്ഞിനോടുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ അയ്യേ നിന്റെ കുഞ്ഞിനോട് വരുവോടാ? അമ്മയുടെ മോനെന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എപ്പോഴെങ്കിലും ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? അതിന് നിനക്ക് എന്റെ സ്നേഹം വേണ്ടായിരുന്നല്ലോ.